വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം വിളിച്ചാൻ തുടരാൻ. നമസ്കാരം. ആരോപണ പ്രത്യാരോപണങ്ങളുമായി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളടക്കം പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് ആവേശം കൊഴുപ്പിക്കാൻ ദേശീയ നേതാക്കളും രംഗത്തുണ്ട്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും അടക്കം കേരളത്തിലേക്ക് എത്തുന്നു. വികസനവും രാഷ്ട്രീയവും ചർച്ചയാകുമ്പോൾ പ്രചാരണം ആരെ തുണയ്ക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. സ്വാഗതം കെ വോട്ടിലേക്ക്. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം വിളിച്ചാൻ തുടരാൻ. കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി പറയാൻ ഞങ്ങൾക്ക് സമയമില്ലെന്ന് പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ. ചുവരെഴുത്ത് മായ്ച്ചു എന്ന ആരോപണമൊന്നും LDFുമായി ബന്ധപ്പെട്ടതല്ല. രാഷ്ട്രീയം പറയാതെ വെറുതെ വാചകമടിക്കുകയാണ് കുഞ്ഞികൃഷ്ണനെന്നും മധുസൂദനൻ ന്യൂസ് 18നോട് പറഞ്ഞു. എല്ലാം പരിചയമുള്ള മുഖങ്ങളാണല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇടക്കിടക്ക് ഞങ്ങളോട് സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്ന മുതിർന്നവരും സഹോദര തുല്യമായ പരിഗണന നൽകുന്ന എല്ലാവരും ഉള്ള ഒരു നാടാണ് നമ്മുടെ ഈ നാട്. ഇത് നമ്മുടെ മണ്ഡലത്തിന്റെ ഏറ്റവും ഉയരത്തിലുള്ളൊരു പ്രദേശം. വലിയ മണ്ഡലവും കൂടിയാണ്. വലിയ മണ്ഡലമാണ്. അറബിക്കടൽ മുതൽ പശ്ചിമഘട്ടം വരെ എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആ നിലയിലുള്ളൊരു മണ്ഡലമാണ്. ഇവിടുത്തെ കുറേ കൂടി കയറിയാൽ സ്നേഹഭവൻ എന്ന് പറയുന്ന അന്തേവാസികളായിട്ടുള്ള ആളുകളൊക്കെ നിൽക്കുന്നവർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കന്യാസ്ത്രീകൾ നടത്തുന്നിടത്താണ്. ഞങ്ങളൊക്കെ ഇടക്ക് ഒരു തീർത്ഥാടനം പോലെ എന്ന് പറയില്ല, അതുപോലെ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. അവരെപ്പോഴും ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് ശ്രമിക്കുന്ന അനുഭവങ്ങളുടെ സ്ഥലം കൂടിയാണ്. ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, എതിരാളി എന്ന് പറഞ്ഞ ആൾ അതിൻ്റെ പ്രത്യേകതയാണ്. ഉന്നയിച്ച ആരോപണങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രതിഫലനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ടോ? ഒരു പ്രതിഫലനമില്ല. ജനങ്ങൾക്ക് ഞങ്ങൾ ഇത് ആകാശത്തും പൊട്ടി വീണെന്നല്ലല്ലോ. ഈ കാലം മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവരല്ല. ആരോപണങ്ങൾ ആർക്കും ഉന്നയിച്ചുകൂടാത്തത്. ഞങ്ങളുടെ മാന്യതയും അന്തസ്സും ഉള്ളത് കൊണ്ട് ഞങ്ങളാർക്കെതിരായിട്ടൊന്നും പറയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചിട്ട് ഞങ്ങൾ പറയാറില്ല. ഞങ്ങളുടെ നിലപാട് സമീപനങ്ങളും പറയും. ജനങ്ങളിലെ ഏറ്റവും വലിയ ഞങ്ങളുടെയൊക്കെ നയിക്കുന്നവർ, അവരുടെ മുന്നിൽ ഞങ്ങൾ ശരിയും സത്യവുമാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ആ ആവേശം ജനങ്ങളിൽ കാണാനുണ്ട്. അവരത്രയും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിട്ടാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നത്. ഈ ചുവരുകെട്ടുകൾ നശിപ്പിച്ചെന്നും പാർട്ടി ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് തുറക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾ തന്നെ പോയിട്ട് അന്വേഷിച്ച് നോക്കുക എന്താ സംഭവം എന്ന്. ഞങ്ങളാരും അറിയില്ല. ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ആരിപ്പോൾ ചുമരെഴുതിയാലോ ഓഫീസ് കെട്ടിയാലോ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അതല്ലേ നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ ഈ വരുന്ന വഴി ഞങ്ങളുടെ പ്രചരണമില്ലാത്ത സ്ഥലമുണ്ടോ? ഞങ്ങളാരെങ്കിലും വന്നിട്ട് കെട്ടിയതാണോ? ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ ഇന്നലെ വരെ ചിലപ്പോൾ ഞങ്ങളോടൊപ്പം പ്രവർത്തനങ്ങളിൽ ഇല്ലാത്തവർ പോലും ആവേശത്തോട് വന്നിട്ട് അവർ ഈ പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെന്തിനാ മറ്റുള്ളവരുടെ നശിപ്പിക്കേണ്ട കാര്യമുള്ളൂ? ഇന്നലെ ഇത് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ്. പ്രചരണ ബോർഡ് നശിപ്പിച്ചതുകൊണ്ടോ എന്തെങ്കിലും മറ്റു ചെയ്തതുകൊണ്ട് ഇവിടെ കിട്ടേണ്ട വോട്ട് ആർക്കെങ്കിലും കിട്ടാതിരിക്കുകയോ ആരെങ്കിലും ജയിക്കുകയോ തോക്കാതിരിക്കുകയോ ചെയ്യുന്ന സ്ഥിതി വരുമോ? ഞങ്ങൾ അത്തരം ഒരു വിലകറിഞ്ഞ പണിക്കൊന്നും പോകുന്നവരല്ല. ഇതെല്ലാം എന്ന് പറയുന്നത് നാടകങ്ങൾ ഉണ്ടാക്കി നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് വാർത്തകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലയാളും ചെയ്യുന്ന ഒരു വഴിയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിന് ദീർഘ നമസ്കാരം എന്നല്ലാതെ ഇതിലൊന്നും ഒരു രീതിയിൽ ഞങ്ങൾക്കൊരു മറുപടി പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്കതിൽ ഒരു താല്പര്യമില്ല. ഭൂരിപക്ഷം എന്താ അതിൻ്റെ ഒരു പ്രതീക്ഷ? ജനങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്. ജനങ്ങളിലെതിരും ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളിലെ ഭൂരിപക്ഷവും മുന്നേറ്റവും ഒക്കെ പ്രകടമാക്കുന്നത് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ്. മികച്ച നിലയിലുള്ള മുന്നേറ്റം പയ്യന്നൂർ മണ്ഡലത്തിലുണ്ടാകും. തീർച്ചയായും പയ്യന്നൂരിൽ അങ്ങനെ രാഷ്ട്രീയ പോരാട്ടം തിളച്ച് മറിയുന്ന ഒരു മണ്ഡലം കൂടിയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി സുമേഷ് മൊറാരയ്ക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ പയ്യന്നൂർ. തെരഞ്ഞെടുപ്പിൽ തനിക്കുള്ള ജനാധിപത്യ അവകാശങ്ങൾ പലതും LDF ലംഘിക്കുകയാണെന്ന് പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ. തന്റെ ചുവരെഴുത്തിന് മുകളിൽ അത് മായ്ച്ചുകൊണ്ട് CPM ചുവരെഴുതുന്നത് മണ്ഡലത്തിലുടനീളമുണ്ട്. മണ്ഡലത്തിലെ UDFന്റെ പ്രചാരണ പ്രവർത്തനം സ്വതന്ത്രമായ രീതിയിലായിരിക്കുമെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പണമൊഴുക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പകരം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ലക്ഷ്യമെന്നും V കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന് ഇത്തവണ ഏറെ പ്രത്യേകതകളുണ്ട്. കാരണം രാഷ്ട്രീയ കേരളം മുഴുവൻ നോക്കി നിൽക്കുന്ന
ഒരു ഫലം കാത്തിരിക്കുന്ന ഒരു മണ്ഡലമായി പയ്യന്നൂർ മാറിയ ഒരു പശ്ചാത്തലമുണ്ടായത് വളരെ പെട്ടെന്നാണ്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, വി കുഞ്ഞികൃഷ്ണൻ തന്നെ ഇവിടുത്തെ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൂടി, അദ്ദേഹത്തിന് നമ്മോടൊപ്പം ചേരുകയാണ്. ഞാൻ ഈ മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ചപ്പോൾ അധികം പോസ്റ്ററുകളും ഫ്ലക്സുകളും ബാനറുകളും ചുവരെഴുത്തുകളും ഒന്നും കാണുന്നില്ല. എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി? ഈ പ്രചരണം വരാതിരുന്നത് മിനിഞ്ഞാന്നാണ് ചിഹ്നം അനുവദിച്ച് കിട്ടിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതുകൊണ്ട് നോമിനേഷന്റെ വിഡ്രോവൽ ടൈം കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചിഹ്നം അനുവദിക്കൂ. അപ്പോൾ അത് മിനിഞ്ഞാന്നാണ് കിട്ടിയത്. അപ്പോൾ അത് ആ സമയത്ത് തന്നെ പോസ്റ്റർ ബോർഡും പ്രിന്റ് ചെയ്യാൻ കൊടുത്ത് ഇന്നലത്തോടുകൂടി എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും നാളെയുമായി അത് വ്യാപകമായി വരും. ചുമരെടുത്ത് പിന്നെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അപ്പോൾ കൂടുതലായി ജനങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ അറിയിക്കുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് എങ്ങനെയാണ് ജനത്തെ, പ്രത്യേകിച്ച് ഒരു വലിയ CPMന്റെ ഒരു കോട്ട എന്നൊക്കെ പറയുന്ന മണ്ഡലത്തിൽ താങ്കൾ ഒരു പുതിയ സ്ട്രാറ്റജിയോട് ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം ഏത് തരത്തിലാണ്? ജനങ്ങള് ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ പാർട്ടിക്കകത്ത് നിന്ന് പുറത്താകാനുണ്ടായ സാഹചര്യം, ഇതെല്ലാം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ജനാധിപത്യപരമായ രീതിയിലുള്ള അവകാശങ്ങൾ അനുവദിക്കാത്ത ഒരു നിലപാടാണ് LDFന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് അനുകൂലമായ നല്ല പ്രതികരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. വിജയസാധ്യത തള്ളിക്കളയുന്നില്ല, വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ പലപ്പോഴും ഒരു രീതി വെച്ചിട്ട് UDFന്റെ ഒരു പിന്തുണയുണ്ട് താങ്കൾക്ക്. അപ്പം UDFന്റെ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം കൂടി വേണ്ടേ ഈ പ്രചരണ രംഗത്ത്? വീടുകളിലൊക്കെ കയറുമ്പോൾ അങ്ങനെ ഒരു അത് വേണ്ട എന്ന് തീരുമാനിച്ചതാണോ, മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ? എന്താണ് അതിന്റെ ഒരു? ഒഴിവാക്കിയതല്ല, അത് UDF എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇന്നു മുതൽ സ്ക്വാഡ് പ്രവർത്തനം താഴെത്തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അത് അവര് സ്വതന്ത്രമായി നടത്തുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നാളെ മുതൽ സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലെ പര്യടനം ആരംഭിക്കുകയാണ്. അപ്പോൾ അത് യോജിച്ച പരിപാടി എന്ന രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതോടുകൂടി ഒന്ന് സജീവമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ചെറുപുഴയിൽ നിന്ന് രാവിലെ 9 മണിക്ക് ആരംഭിക്കുകയാണ്. NK പ്രേമേന്ദ്രൻ MP ആണ് പര്യടന പരിപാടി നാളെ ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അത് UDFും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നിച്ചുള്ള ഒരു പരിപാടി ആയി തന്നെയാണ് നടക്കുന്നത്. വലിയ ഒരു പണക്കൊഴുപ്പ് ആണ് അപ്പുറത്ത്, നമുക്കറിയാം. ഫ്ലക്സുകളും ബാനറുകളും ഒക്കെ കാണുമ്പോൾ അതിനെ എങ്ങനെ നേരിടും? കാരണം UDFന്റെ ഒരു പിന്തുണയൊക്കെ ഉണ്ടാവും, കോൺഗ്രസിന്റെ ഒരു സഹായമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറം താങ്കൾക്ക് വ്യക്തിപരമായും അത്തരം കാര്യങ്ങളൊരു പരിമിതികൾ ഉണ്ടാവുമല്ലോ. നമ്മൾ പണമൊഴുക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും ഉദ്ദേശിക്കുന്നേയില്ല. ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നതാണ്. അത് ഒട്ടേറെ സാധിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ ഞാൻ ജനങ്ങളുമായി ബന്ധപ്പെടാൻ പോകുമ്പോൾ എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമെന്ന ഒരാവശ്യം വരുന്നില്ല. അപ്പം എല്ലാവർക്കും പരിചിതനാണ് ഞാൻ. കാരണം ഈ മാധ്യമ വാർത്തയും ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പരിചിതനാണ്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ ഇതിനകം സാധിച്ചിട്ടുണ്ട്. ജനങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അനുഭവം. മറ്റ് പണമൊഴുക്കിക്കൊണ്ടുള്ള ഈ കെട്ടുകാഴ്ചകളൊന്നും സംഘടിപ്പിക്കാൻ ഞാൻ സന്നദ്ധനല്ല. ഞങ്ങൾ ആ നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കൊണ്ടുപോകാനും ഉദ്ദേശിക്കുന്നില്ല. എന്നാലും കുറച്ചൊക്കെ പ്രചരണ പ്രവർത്തനങ്ങൾ വരണം, അത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പോലീസിന്റെ എസ്കോർട്ടും ഒക്കെ ഉണ്ട്, ഇപ്പോഴും ഭീഷണി തുടരുന്നുണ്ടോ? പോലീസിന്റെ എസ്കോർട്ട് ഞാൻ ആവശ്യപ്പെട്ട് ഉള്ളതല്ല. കാരണം ഭീഷണി തുടരുന്നു എന്ന് അവർക്ക് റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ അവര് എസ്കോർട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവുക. നേരത്തെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ദിവസം മുതൽ വീട്ടിന് മുമ്പിൽ എസ്കോർട്ട് ഉണ്ടായതാണ്. പക്ഷേ ഒരാഴ്ച മുമ്പ് എസ്കോർട്ട് പിൻവലിച്ചു, വീട്ടിനുള്ള കാവൽ പിൻവലിച്ചു. പക്ഷേ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സ്ഥാപിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിൽ സംഘർഷ സാധ്യത ഉണ്ട് എന്ന് കണക്കിലെടുത്ത് വീണ്ടും അത് പുനഃസ്ഥാപിക്കുകയാണ് അവർ ചെയ്തത്. നേരത്തെ അവസാനിപ്പിച്ചതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വന്ന് സ്ഥാനാർത്ഥിയൊക്കെ ആയി വന്ന സാഹചര്യത്തിൽ വേറെ ഒന്നും ഉണ്ടാകില്ല എന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. പോസ്റ്ററുകളൊക്കെ എന്തൊക്കെ എഴുത്തുകളൊക്കെ ചുവരെഴുത്തുകളൊക്കെ ചുമരെഴുത്ത് വായിക്കുകയാണ്.
ഞങ്ങൾ എഴുതിയ ചുമര് അവർക്ക് ആവശ്യമായ രീതിയിൽ അവർ മാറ്റം വരുത്തുകയാണ്. ഈ നിലയിലൊക്കെ ചെയ്യുന്നുണ്ട്. മായ്ക്കുക മാത്രമല്ല, ഞങ്ങൾ എഴുതിയ ചുമര് മായ്ച്ച് അവരുടെ ചുമരെടുത്താക്കിയത് മാറ്റുകയാണ്. ഇതൊക്കെ ഒരു ജനാധിപത്യ പ്രക്രിയയല്ലേ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ആ നിലയിലുള്ള ഒരു ജനകീയ വികാരം എനിക്കനുകൂലമായി വരുന്നുണ്ട് എന്ന് തന്നെയാണ്. ഈ താങ്കൾ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചാണ് പാർട്ടിയോട് എതിർത്തത്. അതിനൊക്കെയുള്ള മറുപടി തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും എതിർ സ്ഥാനാർത്ഥി നൽകുന്നുണ്ടോ? താങ്കൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? ഒരക്ഷരം ഈ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ സന്നദ്ധനാകുന്നില്ല. കാരണം അവർക്കത് പറയാൻ കഴിയില്ല. അപ്പോൾ മറ്റ് പല വിഷയങ്ങൾ ഉയർത്തി എനിക്ക് CPM അണികളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന വോട്ടിനെ തടയാൻ എങ്ങനെ സാധിക്കും എന്ന നിലയിലുള്ള ആലോചനയും അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനുമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് ഒരു വിശദീകരണവും അവരെവിടെയും നൽകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും എന്തായിരിക്കും അടുത്ത രാഷ്ട്രീയ പോരാട്ടം? ഏത് രീതിയിലായിരിക്കും? രാഷ്ട്രീയ പോരാട്ടം തുടരും എന്ന് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, ശരി. അപ്പോൾ അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ നടുവിലാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം ഇന്നിപ്പോൾ വിജയത്തിൽ കവിഞ്ഞ് ഒന്നും പയ്യന്നൂരിൽ പ്രതീക്ഷിക്കുന്നില്ല. ജനങ്ങളുടെ പിന്തുണ, നേരത്തെ പറഞ്ഞതുപോലെ പണക്കൊഴുപ്പോ അത്തരം പ്രചരണങ്ങളോ ഒന്നുമില്ലാതെ ജനങ്ങളുടെ മനസ്സിൽ താൻ ഉണ്ടെന്നും ആ പിന്തുണ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറും എന്നുള്ള വിശ്വാസത്തിലും കൂടിയാണ് അദ്ദേഹം. പയ്യന്നൂരിൽ നിന്ന് രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18. വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും മര്യാദയുടെ അതിർവരമ്പുകൾ ലംഘിച്ചയാളാണ് ഗണേഷ് കുമാർ എന്ന് ജ്യോതികുമാർ ചാമക്കാല. പത്തനാപുരത്ത് UDFന് ചരിത്ര വിജയം ഉണ്ടാകുമെന്നും ചാമക്കാല പറഞ്ഞു. പത്തനാപുരത്ത് ഇതുവരെ ഉണ്ടാകാത്ത അത്ര ശക്തമായ മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല എന്നോടൊപ്പം ഉണ്ട്. എന്താണ് ഈ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഞങ്ങളെ സംബന്ധിച്ച് പരിപൂർണമായ ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഞാൻ വിജയിക്കും. അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. എന്താണ് ഗണേഷ് കുമാറിന്റെ പ്രധാനപ്പെട്ട ആരോപണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗണേഷ് വോട്ട് ചെയ്യരുത് നിങ്ങൾ പറയുന്നത്? എന്താണ് കാരണം വേണ്ടത്? എന്താണ് കാരണമായി ഇല്ലാത്തത്? ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ, ആ സാമാന്യ മര്യാദകളുടെ ലംഘനം സജീവമായി തുടർച്ചയായി ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തന്നെ ആരാണോ തെരഞ്ഞെടുത്തത് അവർക്കിപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കാൻ അവരുടെ പ്രതിനിധിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും മര്യാദ കേടായി അല്ലെങ്കിൽ അതിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഒത്തിരി കാര്യങ്ങളല്ലേ. 25 വർഷം തുടർച്ചയായി MLA ഒരാളെയാണ്. അങ്ങനെ ഒരാൾക്കെതിരെയാണ് മത്സരരംഗത്ത്. കഴിഞ്ഞ തവണ ഞങ്ങൾ മത്സരിച്ചു, ഇത്തവണ വീണ്ടും വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടോ ശരിക്കും? അതൊക്കെ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ആ യുദ്ധമുഖത്താണ്, അതിന്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുകയാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് വെയിറ്റ് ചെയ്തോളൂ. പത്തനാപുരത്ത് നിന്ന് ചരിത്ര വിജയം UDFന് അനുകൂലമായി ഉണ്ടാകും. അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഞങ്ങളുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇതിന്റെ ആത്യന്തികമായ വിജയം UDFന് അനുകൂലമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കവുമാണ്. LDFും ഗണേശും പറഞ്ഞ് വ്യക്തിപരമായ അധിക്ഷേപമാണ് നടത്താൻ, അപ്പുറത്തേക്ക് വികസനം ചർച്ച ചെയ്യണം. വികസന രംഗത്ത് എങ്ങനെയാണ് ഗണേഷ് കുമാറിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്? വ്യക്തിപരമായ അധിക്ഷേപം എന്ന് പറയുമ്പോൾ ഞാൻ വല്ലതും പറഞ്ഞോ? വ്യക്തിപരമായ അധിക്ഷേപം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയല്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നതെല്ലാം വ്യക്തിപരമായ അധിക്ഷേപമായി പോകുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. അതിനപ്പുറത്തേക്ക് ഇവിടെ സംഘടനാപരമായി അദ്ദേഹം നടത്തി, ഞാൻ ഒറ്റ കാര്യം, 2021 അദ്ദേഹം ജയിച്ചതിന് ശേഷം 2026 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2021 ശേഷം അദ്ദേഹം ബീജാപാപം നടത്തി ഇവിടെ കൊണ്ടുവന്ന ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി ഒരെണ്ണം പറയട്ടെ. വികസനത്തെക്കുറിച്ച് പറയാം. ഇവിടെ വികസന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുള്ളതെല്ലാം UDF സർക്കാർ ഈ സംസ്ഥാനത്ത് അധികാരത്തിലുള്ളപ്പോഴാണ്. ശ്രീ AK ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടിയും അധികാരത്തിൽ വരുന്നപ്പോഴാണ് ഈ നിയോജകമണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി ഈ നിയോജകമണ്ഡലത്തിൽ വികസന പ്രവർത്തനം നടക്കുന്നില്ല. നോക്കൂ, ഇവിടെ താലൂക്ക് രൂപീകരിച്ചത് UDF സർക്കാരിന്റെ കാലത്താണ്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. താലൂക്ക് ആശുപത്രി പോലും അതൊരു തർക്കം പറഞ്ഞു. 2013 നിയമസഭയിൽ ഒരു ഉമ്മൻചാണ്ടി ഒരു കുറിപ്പ് എഴുതി കൊടുത്ത അപ്പുറത്തേക്ക് നിയമപരമായ ഒന്നും അല്ലെങ്കിൽ എന്റെ ഭരണപരമായ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. തൊട്ടപ്പുറത്ത് കോന്നി താലൂക്കോ പട്ടാമ്പി താലൂക്കോ ബാക്കി എല്ലാ താലൂക്കുകൾക്കും ബാധകമായിട്ടുള്ള ഒരു വിഷയം, ഒരേ ഉത്തരവിൽ വന്നിട്ടുള്ള വിഷയം പത്തനാപുരത്തെ താലൂക്കിന് മാത്രം ബാധകമല്ല എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനത്തിരുന്നയാളല്ലേ. അപ്പോൾ ബാക്കി താലൂക്കുകളൊന്നും ആരും അംഗീകരിച്ചിട്ടില്ലേ? എല്ലാ താലൂക്കുകളും അന്ന് ഒന്നിച്ച് രൂപീകരിച്ച 2013 രൂപീകരിച്ച ബാക്കി താലൂക്കുകളെല്ലാം ആ ഉത്തരവിനെ അംഗീകരിക്കുന്നുണ്ട്.
പിന്നെ പത്തനാപുരത്ത് മാത്രം എന്താ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത്? അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വികസന പ്രവർത്തനങ്ങളാണെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം ധൈര്യമായി ഇറങ്ങി വരട്ടെ. ഒരു പൊതുവേദിയിൽ ഇരുന്നുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിലെ വികസന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ ന്യൂസ് 18 ഇനിഷ്യേറ്റീവ് എടുത്തോളൂ, ഞാൻ തയ്യാറാ. അദ്ദേഹവും വരട്ടെ, നമുക്ക് വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ജയ ഉറപ്പാണ്. 100%. ഇതാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ ആത്മവിശ്വാസം. കഴിഞ്ഞ 5 വർഷം ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിന്റെ ഒരു ആത്മവിശ്വാസം കൂടി ജ്യോതികുമാർ ചാമക്കാലയ്ക്കും UDF-നുമുണ്ട്. വികസനമെങ്കിൽ വികസനം ചർച്ച ചെയ്യാം, വ്യക്തിപരമായ പ്രശ്നങ്ങളാണെങ്കിൽ അതും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നാണ് UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല പറയുന്നത്. പത്തനാപുരത്ത് നിന്നും അരുൺ പാലോടിനൊപ്പം VV അരുൺ, ന്യൂസ് 18. ഉദുമ പിടിക്കാൻ UDF. 35 വർഷങ്ങളായി മണ്ഡലത്തിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ലെന്ന് UDF സ്ഥാനാർത്ഥി K. നീലകണ്ഠൻ. വയനാട്ടിൽ നടന്ന ലക്ഷ്യ ക്യാമ്പിൽ ഇത്തവണ വിജയപ്രതീക്ഷ വച്ചുപുലർത്തുന്ന മണ്ഡലമായാണ് ഉദുമയെ വിലയിരുത്തുന്നത്. ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ UDF ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് ഉദുമ. ഉദുമയിൽ K. നീലകണ്ഠനാണ് ഇത്തവണ സ്ഥാനാർത്ഥി. അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഉദുമ ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ ഇപ്പോൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. എങ്ങനെയാണ് ഇപ്പോൾ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സാഹചര്യം? ജനങ്ങൾക്ക് വലിയ ആവേശമാണ്. ഇപ്രാവശ്യം ഉദുമ തിരിച്ചു പിടിക്കണമെന്ന് ജനങ്ങളുടെ ഒരു വികാരമാണ്, എൻ്റെ വികാരമാണ്, ജനങ്ങളുടെ വികാരമാണ്. ആ വികാരം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ 100% ഉദുമയിൽ പിടിച്ചെടുക്കും. ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെറിയ ഒരാശയക്കുഴപ്പമില്ല. അതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ സൃഷ്ടിയാണ്. ഒരാശയക്കുഴപ്പമില്ല. എങ്ങനെയാണ് വോട്ടർമാരെടുക്കുന്ന ഒരു പ്രതികരണം? വോട്ടർമാരെ ഉദുമ പിടിക്കണം എന്നുള്ളതാണ് വോട്ടർമാരുടെ പ്രതികരണം. ഉദുമ തിരിച്ചു പിടിക്കണം, നമുക്ക് ആ പ്രതികരണമാണുള്ളത്. CH കുഞ്ഞമ്പുവാണ് വലിയ വികസനം നടത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. വെല്ലുവിളിയുണ്ടോ? വെല്ലുവിളിക്കുന്നില്ല. പക്ഷേ വികസനത്തെക്കുറിച്ച് ദേലമ്പാടി പോലുള്ള പഞ്ചായത്തുകളിൽ ഒന്ന് പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധിച്ചിട്ട് വികസനത്തെക്കുറിച്ച് നിങ്ങൾ പറയണം. ഞാൻ പറയുന്നില്ല. നിങ്ങൾ നേർക്കാഴ്ച കണ്ടുകൊണ്ട് പറയണം. എന്തൊക്കെ ഇപ്പോൾ 87-ലാണ് ശ്രീ KP കുഞ്ഞിക്കണ്ണൻ അവസാനമായി വിജയിച്ചത്. 87 മുതൽ 91 വരെ. ആ 91 ശേഷം കഴിഞ്ഞ 35 വർഷമായി CPM-ന്റെ MLA ആണ് ഇവിടെ ഉള്ളത്. ആ CPM-ന്റെ MLA 34-5 വർഷം ഉണ്ടായിട്ട് പോലും ദേലമ്പാടി പോലുള്ള അല്ലെങ്കിൽ ബന്ദർക്ക പോലുള്ള ചില പഞ്ചായത്തിലെ വികസനത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നഗരത്തിൽ മാത്രം വികസനം ഉണ്ടാക്കിയാൽ പോരാ, ഗ്രാമീണ മേഖല വികസനം ഉണ്ടാക്കണം. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് LDF-നുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കും. എങ്ങനെയാണ് മണ്ഡലത്തിൽ എന്താണ് ഇനി നടപ്പിലാക്കാനുള്ളത്? മണ്ഡലത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ? അതായത് UDF ഒരു തീരുമാനം നടപ്പിലാക്കും. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായില്ല. കാരണം ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ വൈകിയതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഇന്നാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി 12 മണിക്കുള്ളത്. ആ ചർച്ച ചെയ്ത് ആ തീരുമാനങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കും. വലിയ വന്യമൃഗ ശല്യമൊക്കെ നേരിടുന്ന ഒരു മണ്ഡലമാണല്ലോ. അത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും. അത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ. UDF അധികാരത്തിൽ വന്നാൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതാണ്. വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കൂടി, വ്യക്തമായ ദിശാബോധത്തോടു കൂടി UDF കേരളത്തെ വികസനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയാൻ ആഗ്രഹിക്കും. ഭൂരിപക്ഷം വർദ്ധിച്ച് വിജയപ്രതീക്ഷ 100%. ടീം UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് 100% വിജയം ഉദുമയ്ക്ക് എത്തുന്നു. എന്തായാലും തുടക്കത്തിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചില അനിശ്ചിതങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ മാറി ടീം UDF എന്നാണ് K. നീലകണ്ഠൻ പറയുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. UDF സ്ഥാനാർത്ഥി നികൃഷ്ടവും മ്ലേച്ഛവുമായ വ്യക്തിഹത്യ നടത്തുന്നുവെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ. അസഭ്യം പറഞ്ഞും വ്യക്തിഹത്യ ചെയ്തുമുള്ള പ്രചരണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണം. വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും ഗണേഷ് കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ പ്രചരണമാണ് പുരോഗമിക്കുന്നത്. വലിയ ശക്തമായ മത്സരം ഇത്തവണ പത്തനാപുരത്ത് ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ പതിവില്ലാത്ത പോരാട്ടം ഉണ്ടാകുമെന്നൊക്കെ പറയപ്പെടുന്നു. എന്താണ് അതിന്റെ ഒരു വസ്തുത? എല്ലാ പോരാട്ടവും പതിവില്ലാത്തതാണ്. ഓരോന്നും പ്രശ്നമാണല്ലോ എല്ലാം. എപ്പോഴും ഈസി വാക്ക് ഓവർ അല്ലല്ലോ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവരും മത്സരങ്ങൾ നടക്കും. പൊളിറ്റിക്കൽ ആവുന്നതിൽ വിരോധമല്ല. പക്ഷേ ഇവിടെ ഇത് വ്യക്തിപരമാവുകയാണ്. കാരണം വളരെ നിലവാരം കുറഞ്ഞ പ്രചരണ പരിപാടികളാണ് UDF സ്വീകരിച്ചിട്ടുള്ളത്. ഒരാളുടെ പ്രചരണത്തിൽ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഒരു നാടിൻ്റെ വികസനം, നാടിൻ്റെ പുരോഗതി, നാട്ടുകാർക്കുണ്ടാകുന്ന നന്മ, അതാണ് ചർച്ച ചെയ്യേണ്ടത്. മറിച്ച് സ്ഥാനാർത്ഥി തന്നെ UDF സ്ഥാനാർത്ഥി തന്നെ വളരെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ച് പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരു വണ്ടി പിടിച്ചെടുത്തിട്ടുണ്ട്. അസഭ്യം പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് പ്രചരണം നടത്തിയ ഒരു വാഹനം ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് UDF-ന്റെ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിലെ USB എടുത്ത് പരിശോധിച്ചാൽ, മെമ്മറിയിലൂടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എടുത്ത് പരിശോധിച്ചാൽ UDF സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ അയോഗ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് ഇന്ത്യയിലുള്ളത്. പിന്നെ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനാണ്.
അദ്ദേഹം തീരുമാനിക്കും. ഏതായാലും പരാതി കൊടുത്തിട്ടുണ്ട്, അവര് വണ്ടി പിടിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു അത്തരമൊരു നികൃഷ്ടമായ പ്രചരണ പരിപാടികൾ കോൺഗ്രസിന്റെ സംസ്കാരത്തിന് ചേർന്നാണോ എന്ന് കോൺഗ്രസിന്റെ നേതാക്കളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമല്ല. ഞങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും പറയില്ല. ഞങ്ങൾ പോസിറ്റീവായിട്ട് ഈ നാടിന് ചെയ്ത കാര്യങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൊണ്ട്, സർക്കാരിനെ കൊണ്ട്, കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ ഗുണങ്ങൾ, അത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അതിനെക്കുറിച്ചുള്ള ചർച്ച മാത്രം. പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും അതിർവരമ്പുകൾ ലംഘിച്ച സ്ഥാനാർത്ഥി എന്നാണ് നമ്മോട് സംസാരിക്കുമ്പോൾ ചാമക്കാല പറഞ്ഞത്. അതിർവരമ്പ് അദ്ദേഹം നല്ലോ കയ്യാല കെട്ടും. അദ്ദേഹം കയ്യാല കെട്ടി അവിടെ ഇരുന്നാൽ മതി. നമ്മളെ കാര്യങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ല. കേരളത്തിലൊരു മന്ത്രി എന്ന നിലയിൽ അഴിമതിയില്ലാതെ കേരളത്തെ 3 തവണ മന്ത്രിയായിരിക്കുകയും ഏറ്റെടുത്ത എല്ലാ വകുപ്പുകളിലും മാന്യമായ നിലയിൽ പുരോഗതി കൈവരിക്കാനും കഴിഞ്ഞ ഒരു സാധാരണ മന്ത്രിയാണ്, ജനപ്രതിനിധിയാണ് ഞാൻ. അത് എൻ്റെ നാടിന് അഭിമാനം തന്നെയാണ്. പിന്നെ വീട്ടിനകത്ത് ഒളിഞ്ഞു നോക്കുന്നത് വേറെ ആൾക്കാരുടെ ചില സംസ്കാരമാണ്. അത് അയാളോട് ചോദിച്ചാൽ മതി. ഈ വികസനം ഒന്നും നടന്നിട്ടില്ല. UDF കാലത്ത്, ആന്റണി സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും മാത്രം നടന്ന വികസനം എന്നാണ്. ഇതിപ്പോൾ പണി തീർന്നിട്ട് നാളായി കാണും. ഈ റോഡ് നോക്കിയാൽ ഈ റോഡ് ഒന്ന് കാണൂ. ഈ റോഡ് പണി തീർന്നിട്ട് എത്ര നാളായി കാണും? 1-1.5 മാസമായി കാണും. ഇതെങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെയും ആന്റണിയുടെയും കാലത്താവുന്നത്? എങ്ങനെയാണ്? ഇവിടെ താലൂക്ക് ആശുപത്രി സ്ഥാപിക്കും 98 കോടി രൂപ. കിഫ്ബി പദ്ധതി എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. കിഫ്ബി പദ്ധതിയിലൂടെയാണ് ഇവിടെ സ്കൂൾ കെട്ടിടങ്ങൾ പലതും നവീകരിച്ചത്. എല്ലാ പ്രധാനപ്പെട്ട സ്കൂളുകൾക്കും കെട്ടിടം കിട്ടി. 5 കോടി രൂപയുടെ പദ്ധതി വെട്ടിക്കോല കിട്ടി. 98 കോടി രൂപയുടെ താലൂക്ക് ആശുപത്രി വരുന്നു. അതിന് സ്ഥലമെടുത്തത് LDF സർക്കാരിൻ്റെ, LDFിൻ്റെ പഞ്ചായത്തുകളാണ്. ഇതെല്ലാം ചെയ്ത് LDFിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തും LDFിൻ്റെ പഞ്ചായത്തുകളും ചേർന്നാണ് സ്ഥലമെടുത്തത്. 98 കോടി രൂപ അനുവദിച്ച് കിഫ്ബി എന്നാണ്. അത് ശ്രീ ആന്റണി സാറിൻ്റെയും ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ കാലത്താണെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ എന്തോ ചെറിയ കുഴപ്പമുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കേണ്ടത്. ഞങ്ങളല്ല, ഞങ്ങൾക്ക് സംശയമില്ല. താലൂക്ക് രൂപീകരണത്തിലും തർക്കം പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി 2013 നിയമസഭയിൽ കടലാസ് കൊടുത്ത് അന്ന് രൂപീകരിച്ച താലൂക്കാണ്. പിന്നെ ഇപ്പോഴല്ല താലൂക്ക് രൂപീകരിക്കാൻ എവരായാലും കടലാസ് കൊടുത്തില്ലല്ലോ. ഗണേഷ് കുമാറാണ് കടലാസ്. ഞാൻ അന്ന് 2014 UDF എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഘടകകക്ഷിയുടെ നേതാവും പാർലമെന്ററി പാർട്ടി ലീഡറുമാണ്. അപ്പോൾ എൻ്റെ ആവശ്യം അംഗീകരിക്കുക എന്നുള്ളത് ഒരു UDF സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അത്തരത്തിൽ ഘടകകക്ഷിയുടെ നേതാവായതുകൊണ്ട് എൻ്റെ ആവശ്യം പരിഗണിച്ചു. അന്ന് വേറെ പലതും പരിഗണിച്ചില്ല. അന്ന് KM മാണിയാണ് പരിഗണിച്ചത്. ഉമ്മൻചാണ്ടിയോട് പറയുമ്പോൾ ഉമ്മൻചാണ്ടി 2 പേരുകളാണ് എഴുതി കൊടുത്തത്. അതിലൊന്ന് മാത്രമേ ശ്രീ KM മാണി സാർ പരിഗണിച്ചുള്ളൂ. അത് പത്തനാപുരം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ KM മാണിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. അദ്ദേഹം ബഡ്ജറ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കടലാസ് എഴുതി കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി അടുത്ത് ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം 2 വടക്കൻ കണ്ണൂരിലൊരു താലൂക്കും കൂടി ചേർത്ത് എഴുതിയാണ് തന്നത്. അതിൽ ഒരെണ്ണം വെട്ടിയിട്ട് മാണി സാർ എന്നോട് പറഞ്ഞ വാക്കുണ്ട്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരെണ്ണം മതി, ഇത് മതി, പത്തനാപുരം മതി എന്ന് പറഞ്ഞിട്ടാണ് പത്തനാപുരം തന്നത്. അപ്പോൾ മാണി സാറാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.